ഇത് മിനോക്സിലിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്. മറ്റൊരു കാര്യം ഇതൊരു സ്ലോ പോയിസൺ മാത്രമാണ്. മിനോക്സിലിൻ യൂസ് ചെയ്തിട്ട് 150 മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 350 മുടി കൊഴിഞ്ഞു പോകും. കഷണ്ടി കാണുന്നവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ ഇത് ഹെയർ ഗ്രോത്ത് തരുന്നതായിരിക്കും. കട്ടിങ് ഒരൊറ്റ കാര്യം ചെയ്യുക, എല്ലാ പ്രൊഡക്റ്റിലും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടാവും. എനിക്ക് അറിയേണ്ടത് ഹെയർ മിനോക്സിലിനെ പറ്റിയിട്ടാണ്. അതിന്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മിനോക്സിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് 3 കാര്യം ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ കഷണ്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് മിനോക്സിലിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നല്ല രീതിയിൽ വളരും. ഹെയറിൽ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ മിനോക്സിലിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെയർ വോളിയം ക്രിയേറ്റ് ആകും. അതേപോലെ നല്ല രീതിയിൽ തിക്ക് ഫീൽ കിട്ടാൻ വേണ്ടി മിനോക്സിലിൻ യൂസ് ചെയ്യാം. ദൂഷ്യവശം നെഗറ്റീവ് ആണ് താൻ ചോദിച്ചത് എങ്കിൽ നെഗറ്റീവ് ഒരുപാടുണ്ട് പറയാൻ. മിനോക്സിലിൻ യൂസ് ചെയ്തിട്ട് 150 മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 350 മുടി കൊഴിഞ്ഞു പോകും. ഇത് മിനോക്സിലിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഒരു മെഡിസിൻ മാത്രമാണ്. അല്ലാതെ വേറൊരാളുടെ വിഷയം കേട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു സ്ലോ പോയിസൺ ആണ്. നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒറ്റൊരു കാര്യം ഇതൊരു സ്ലോ പോയിസൺ മാത്രമാണ്.